രാഹുൽ ഗാന്ധി വയനാട് ലോക്സഭാ സീറ്റ് ഒഴിഞ്ഞേക്കും. വയനാട് സന്ദർശനത്തിന് ശേഷമായിരിക്കും പ്രഖ്യാപനം. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കില്ലെന്നും സൂചന. പ്രതിപക്ഷ നേതൃസ്ഥാനം രാഹുൽ ഗാന്ധി ഏറ്റെടുക്കണമെന്ന് പ്രവർത്തക സമിതിയിൽ പ്രമേയം പാസാക്കി. ഭാരത് ജോഡോ യാത്ര കടന്നുപോയ സംസ്ഥാനങ്ങളിൽ മികച്ച വിജയം കൈവരിക്കാനായെന്നും പ്രവർത്തക സമിതിയിൽ വിലയിരുത്തൽ. നേതാക്കൾ അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും. തൗഫീഖ് അസ്ലം ചേരുന്നു. തൗഫീഖ്, ഏറ്റവും പ്രധാനപ്പെട്ടത് രാഹുൽ വയനാട് ഒഴിയും എന്നുള്ള സൂചനകൾ വരുന്നു എന്നുള്ളതാണ്. ഇതുവരെ ഔദ്യോഗികമായ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടോ? എപ്പോഴാണ് നേതാക്കൾ മാധ്യമങ്ങളെ കാണുന്നത്? മറ്റു വിവരങ്ങൾ. അതന്നെ ഇന്ന് നടന്ന പ്രവർത്തക സമിതിയിൽ പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് ചർച്ചയിലുണ്ടായിരുന്നത്. ഒന്ന്, രാഹുൽ ഗാന്ധിയുടെ എം പി സ്ഥാനം, എവിടത്തെ എം പി സ്ഥാനം ഒഴിയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു. അദ്ദേഹം റായ്ബറേലിയിൽ തുടരണോ അതോ വയനാട്ടിൽ തുടരണോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചോദ്യങ്ങളായി നിലനിന്നത്. എന്നാൽ പ്രവർത്തക സമിതിയിൽ പൊതുവെ ഉയർന്നു വന്നത് അദ്ദേഹം റായ്ബറേലിയിൽ തന്നെ തുടരട്ടെ എന്നുള്ള നിർദ്ദേശമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ മുന്നോട്ട് വെച്ചത്. അതിന് കാരണമായി അവർ പറയുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ, പ്രത്യേകിച്ച് യു പി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ കോൺഗ്രസിന് വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തേണ്ടതുണ്ട്. വരും തെരഞ്ഞെടുപ്പുകളിൽ കൂടുതൽ മുന്നേറ്റങ്ങൾ വിവിധയിടങ്ങളിൽ നടത്തേണ്ടതുണ്ട്, പ്രത്യേകിച്ച് യു പി ഉൾപ്പെടെയുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. അതുകൊണ്ട് അദ്ദേഹം റായ്ബറേലിയിൽ തന്നെ തുടരട്ടെ എന്നൊരു പൊതുവികാരമായിരുന്നു ഇന്ന് നടന്ന പ്രവർത്തക സമിതിയിൽ ഉണ്ടായിരുന്നത്. അതേസമയം കേരളത്തിൽ നിന്നുൾപ്പെടെയുള്ള ആ നേതാക്കൾ അദ്ദേഹം വയനാട്ടിൽ തുടരണമെന്നുള്ളൊരു ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു. എന്നാൽ അതിനോട് പുറത്തിറങ്ങിയതിനു ശേഷം കേരള നേതാക്കൾ അതിനോട് പ്രതികരിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് രാഹുൽ ഗാന്ധിക്ക് രണ്ട് മണ്ഡലങ്ങളും വളരെ പ്രധാനപ്പെട്ടതായിരുന്നുവെന്നാണ് ഇന്ന് നടന്ന യോഗത്തിൽ ഉയർന്നു വന്നത്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി തന്നെ അതിലൊരു തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നൊരു അഭിപ്രായ പ്രകടനം ഉയർന്നു വന്നിരുന്നു. എന്നാൽ പ്രവർത്തക സമിതിയുടെ പൊതുവെയുള്ള ഒരു വികാരമായി പുറത്തു വന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം റായ്ബറേലിയിൽ തന്നെ തുടർന്നിട്ട് വയനാട് ഒഴിയുക എന്നുള്ളതാണ്. അത്തരത്തിൽ അദ്ദേഹം വയനാട് ഒഴിയുകയാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും. ആ ഉപതെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കും എന്നുള്ളൊരു ചോദ്യം കൂടി ഉയർന്നു വരും. പ്രിയങ്ക ഗാന്ധിയുടെ പേര് നേരത്തെ കേട്ടിരുന്നു. എന്നാൽ പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കേണ്ട എന്നുള്ള തീരുമാനമാണ് നിലവിൽ പ്രവർത്തക സമിതിയിൽ ഉണ്ടായിരിക്കുന്നത്. പകരം കേരളത്തിൽ നിന്നുള്ള മറ്റേതെങ്കിലും മുതിർന്ന നേതാക്കൾ വയനാട്ടിൽ മത്സരിക്കട്ടെ എന്നുള്ളൊരു തീരുമാനം കൂടി ഉണ്ടായതായിട്ടാണ് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും ഇതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. രാഹുൽ ഗാന്ധി അടുത്തയാഴ്ച രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളും സന്ദർശിക്കുന്നുണ്ട്. വയനാട് സന്ദർശിക്കും, അതോടൊപ്പം തന്നെ അദ്ദേഹം റായ്ബറേലിയും സന്ദർശിക്കും. ഈ സന്ദർശനത്തിന് ശേഷമായിരിക്കും അദ്ദേഹം ഏത് മണ്ഡലമാണ് ഒഴിയുക എന്നുള്ള കാര്യത്തിൽ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു അറിയിപ്പ്, ഒരു തീരുമാനമുണ്ടാവുക. എന്തായാലും പ്രവർത്തകരുടെ, മുതിർന്ന നേതാക്കളുടെ എല്ലാം ആവശ്യം അദ്ദേഹം റായ്ബറേലിയിൽ തന്നെ നിൽക്കണം, റായ്ബറേലിയെ നിലനിർത്തിക്കൊണ്ട് വയനാട് ഒഴിയുക എന്നുള്ള ഒരു പൊതുവികാരമാണ് ഇന്ന് നടന്ന പ്രവർത്തക സമിതിയിൽ ഉണ്ടായിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം വയനാട് ഒഴിയാൻ തന്നെയുള്ള സാധ്യതയാണ് വളരെ കൂടുതൽ. വയനാട്ടിലെ ജനങ്ങളോട് അദ്ദേഹം വയനാട് സന്ദർശിച്ച് വയനാട്ടിലെ വോട്ടർമാരോട് അദ്ദേഹം നന്ദി പറഞ്ഞതിന് ശേഷമായിരിക്കും അദ്ദേഹം വയനാട് ഒഴിയുകയും റായ്ബറേലിയെ നിലനിർത്തുകയും ചെയ്യുകയെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പ്രതിപക്ഷ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. ആ ആവശ്യം കൂടി രാഹുൽ ഗാന്ധിയുടെ മുന്നിൽ വെച്ചിരുന്നു. എന്നാൽ രാഹുൽ ഗാന്ധി അതിനോട് എതിർ അഭിപ്രായങ്ങളൊന്നും അദ്ദേഹം അറിയിച്ചിരുന്നില്ല. പൊതുവികാരം, അതായത് മുതിർന്ന നേതാക്കളുടെ എല്ലാം ആവശ്യങ്ങൾ, അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അംഗീകരിക്കുക എന്നുള്ളതാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെയും നടന്നിട്ടില്ല. ഇന്ന് വൈകുന്നേരമാണ് മാധ്യമങ്ങളെ കാണുന്നതിൽ അതിലൊരു വിശദീകരണം ഉണ്ടാകുമോ? വയനാടിന്റെ കാര്യത്തിൽ ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? ഇല്ലെങ്കിൽ KPCC ഔദ്യോഗികമായിട്ട് ഇത് ആദ്യമേ അറിയിക്കേണ്ടതുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കുമോ രാഹുൽ ഇക്കാര്യം പറയുക? തന്നെ ഇന്നൊരു പ്രഖ്യാപനം ഉണ്ടാകില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അദ്ദേഹം വയനാട്ടിലെ ജനങ്ങളെ കാണാനായി എത്തുന്നുണ്ട്, ഒപ്പം റായ്ബറേലിയിലും എത്തുന്നുണ്ട്. അതിനുശേഷമായിരിക്കും അദ്ദേഹം വയനാട് ഒഴിയുന്നതുമായി ബന്ധപ്പെട്ടുള്ള പ്രഖ്യാപനം നടത്തുക. നിലവിൽ ഇന്നോ നാളെയോ ഒന്നും ഔദ്യോഗികമായിട്ടുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ല. ഈ മാസം 17-ാം തീയതിക്കുള്ളിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകുമെന്നാണ് സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അറിയിച്ചത്. 17-ാം തീയതിക്കുള്ളിൽ രാഹുൽ ഗാന്ധി രണ്ട് മണ്ഡലങ്ങളിലും സന്ദർശനം നടത്തും. അതിനുശേഷമായിരിക്കും ഏത് മണ്ഡലം സ്വീകരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാകും. ഫോർമുല, അതായത് അറിയാം യുപിയിൽ ഇക്കുറി വലിയ വിജയമാണ്. കൂടുതൽ ശ്രദ്ധ യുപിയിൽ കേന്ദ്രീകരിക്കും. റായ്ബറേലി മണ്ഡലം നിലനിർത്തുക, അത് കോൺഗ്രസിന്റെ നിലവിലെ ആവശ്യമാണ്. അതുപോലെ തന്നെ കൂടുതൽ ശ്രദ്ധ അങ്ങോട്ട് കൊടുക്കുമ്പോൾ വയനാട്ടിൽ കേരളത്തിൽ നിന്നുള്ള ഒരാളെ മത്സരിപ്പിക്കും. കേരള നേതാക്കളുടെ പ്രതികരണങ്ങൾ ഏത് തരത്തിലാണ് വരുന്നത്? ദിവ്യ, ഹൈക്കമാൻഡ് എടുക്കുന്ന തീരുമാനത്തോട് യോജിക്കുമെന്നാണ് കേരള നേതാക്കൾ അറിയിച്ചത്. പ്രത്യേകിച്ച് സുധാകരനും അതോടൊപ്പം തന്നെ ചെന്നിത്തലയും കൊടിക്കുന്നിൽ സുരേഷെല്ലാം ഈ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. അവർ ഈ പ്രവർത്തക സമിതി യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് അങ്ങനെയാണ്. ഈ വിഷയത്തിൽ കേരളത്തിന് ഒരു തരത്തിലുള്ള റോളുമില്ല. ഹൈക്കമാൻഡ് എന്ത് തീരുമാനമെടുക്കുന്നു ആ തീരുമാനത്തിനൊപ്പം കേരളം ഒപ്പം നിൽക്കുമെന്നാണ് സുധാകരൻ ഇതിനോട് പ്രതികരിച്ചത്. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ അദ്ദേഹം വയനാട് ഒഴിയുകയാണെങ്കിൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും. അവിടെ ആര് മത്സരിക്കും എന്നുള്ള കാര്യത്തിൽ അദ്ദേഹം വയനാട് ഒഴിയുകയാണെങ്കിൽ ആ ഒഴിഞ്ഞതിനു ശേഷമുള്ള
കാര്യങ്ങളാണ്. അത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊന്നും ഇതുവരെയും ആരംഭിച്ചിട്ടില്ല. ആര് മത്സരിക്കും എന്നുള്ള ചർച്ചകൾ പോലും ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടില്ല. അദ്ദേഹം വയനാട് ഒഴിഞ്ഞതിനു ശേഷമായിരിക്കും അത്തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കുകയെന്നാണ് അറിയിച്ചിരിക്കുന്നത്. വയനാട് ഒഴിയുകയാണെങ്കിൽ അവിടെ പ്രിയങ്ക ഗാന്ധി മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായി നിലനിന്നിരുന്നത്. അത്തരത്തിൽ ഒരു പ്രിയങ്ക ഗാന്ധി മത്സരിക്കുന്ന കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടായിട്ടില്ല. പ്രിയങ്കയ്ക്ക് പകരം കേരളത്തിൽ നിന്നുള്ള ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ, അവിടെ വിജയസാധ്യതയുള്ള ഏതെങ്കിലും മുതിർന്ന നേതാക്കൾ മത്സരിക്കുക എന്നുള്ളതാണ് പൊതുവിൽ ഇന്നുണ്ടായ പ്രവർത്തക സമിതിയിൽ ഉയർന്നു വന്നിരിക്കുന്ന ഒരു ആവശ്യം. കെ മുരളീധരൻ തന്നെ അതിലേക്ക് എത്തുമോ എന്നുള്ളത് ഉറ്റുനോക്കുന്ന കാര്യമാണ്. നന്ദി തൗഫീഖ് വിവരങ്ങൾക്ക്.